Hi cool moms and dads, welcome to Momo Cool. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് പോലെയാണ്. അതായത് നമ്മുടെ ചാനലിൽ ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ എങ്ങനെ ന്യൂ ബോൺ കെയറിങ്, ന്യൂ ബോൺസിന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങേണ്ടത്, പിന്നെ ന്യൂ ബോൺസിന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, അങ്ങനെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള പോലെയാണ് ഈ വീഡിയോ. ഇനി ഈ വീഡിയോസ് എല്ലാം അടുപ്പിച്ചടുപ്പിച്ചായിരിക്കില്ല, ആഴ്ചയിൽ ഒരു ദിവസം ഒരു ന്യൂ ബോൺ കെയർ വീഡിയോ വെച്ചിട്ടായിരിക്കും. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പുതിയ കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ന്യൂ ബോൺസിന് അത്യാവശ്യം വേണ്ട 3 സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പം ഞാൻ പാച്ചൂന് യൂസ് ചെയ്ത സാധനങ്ങളാണ് ഞാൻ കൂടുതലും കാണിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ എനിക്ക് അറിവുള്ളതുണ്ടെങ്കിൽ ഞാൻ അതും കൂടി ഈ വീഡിയോസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഇത് കണ്ടിട്ട് നിങ്ങളുടെ കുട്ടിക്ക് ഇത് വേണോ, ഇങ്ങനെ ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് മാത്രം വാങ്ങുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട മസ്ലിൻ ക്ലോത്താണ്. അപ്പോൾ ഇത് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ മസ്ലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടൺ ക്ലോത്ത് തന്നെയാണ്. അത് കുട്ടികളെ നമുക്ക് റാപ്പ് ചെയ്യാനായിട്ട്, അതായത് പൊതിഞ്ഞ് വയ്ക്കാൻ, സ്വാഡിൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ വേനൽക്കാലത്തും നമ്മൾ ന്യൂ ബോൺസ് ഉണ്ടായ വേനൽക്കാലത്താന്ന് പറഞ്ഞിട്ട് നമ്മളവരെ സ്വാഡിൽ ചെയ്യാതിരിക്കാനോ പതുക്കെ പൊതിപ്പിക്കാതിരിക്കാനൊന്നും പറ്റില്ല. കാരണം അവർ ആ വയറ്റിൽ നിന്ന് വന്ന ആ ഒരു ഇത് വെച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചൂടാണെങ്കിലും അവർക്കൊരു തണുപ്പ് പോലെ ആയിരിക്കും. അപ്പോൾ ഒന്ന് പതുക്കെ പൊതിപ്പിക്കാനും സ്വാഡിൽ ചെയ്യിക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ് ഈ മസ്ലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നല്ല ലെങ്തിയാണ്, 120 ആണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതുപോലത്തെ മസ്ലിൻ ക്ലോത്ത് നമുക്ക് ചിലപ്പോൾ ന്യൂ ബോൺ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ അതുപോലത്തെ ഒരു ക്ലോത്ത് എന്തായാലും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് പല യൂസ് ഉണ്ട്. നമ്മുടെ കുട്ടി ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഇത് ഉപയോഗപ്പെടില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മളെവിടെ പോയാലും നമ്മുടെ കുട്ടിയെ ഒന്ന് കിടത്തണമെങ്കിൽ നമുക്കിത് വിരിച്ചിട്ട് കിടത്താം. നമ്മുടെ ഡയപ്പർ ബാഗിൽ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്ട്രോളറും കാർ സീറ്റും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്മേൽ കുട്ടികളെ ഇരുത്തുന്നതിന് മുമ്പ് നമുക്കിത് വിരിച്ചിട്ട് ഇരുത്താവുന്നതാണ്. പിന്നെ നമ്മുടെ കുട്ടി ഇങ്ങനെ ഉറങ്ങുകയൊക്കെ, സ്ട്രോളറിന് ഉറങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ അവരെ ഒന്ന് പുതപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 100 ഉപയോഗങ്ങളുണ്ട് ഈ മസ്ലിൻ ക്ലോത്തിന്. ഇനി രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റാണ്. അപ്പോൾ ചിലവരൊക്കെ ഞാൻ ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിൽ, അതായത് ബേബി എഡീഷൻ ഹോസ്പിറ്റൽ ബാഗിൽ കാണിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ റിവ്യൂ ആയിട്ടൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്, പക്ഷേ ഏത് കുട്ടികളുള്ള വീട്ടിലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു സൈഡ് ഭയങ്കര സോഫ്റ്റാണ്, അതിൻ്റെ അപ്പുറത്തെ സൈഡ് എനിക്ക് തോന്നുന്നത് അതൊരു നമുക്ക് തൊടുമ്പോൾ ഒരു റബ്ബർ ഷീറ്റിൻ്റെ ആ ഒരു മോഡലാണ് തോന്നുന്നത്. റബ്ബറാണോ പ്ലാസ്റ്റിക് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ പ്രൂഫാണ്. അതിൻ്റെ അടിയിൽ കൂടി വെള്ളം താഴത്തേക്ക് ലീക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഡയപ്പർ ഫുൾ ടൈം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഞാനിപ്പം എൻ്റെ മോനൊക്കെ ഞാൻ പറഞ്ഞില്ല 5 ദിവസം മുതൽ ഞാൻ ക്ലോത്ത് ഡയപ്പറാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷെ നമ്മളെപ്പോഴും കുട്ടിക്ക് ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കും, അതായത് ന്യൂ ടൈം കൊടുക്കും. ഒരു 10-15 മിനിറ്റൊക്കെ നമ്മൾ ഡയപ്പർ ചേഞ്ചിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ന്യൂ ടൈം കൊടുക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ 2 എണ്ണമായിട്ട് വാങ്ങിയത്. ആമസോണിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വാങ്ങിയത്. അപ്പോൾ 2 പീസാണ് വാങ്ങിയത്. ഇതെനിക്ക് തോന്നുന്നത് മീഡിയം സൈസാണെന്ന് തോന്നുന്നു. ഇതിന് പല സൈസ് കിട്ടും, സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ്, എക്സ്ട്രാ ലാർജ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസ് വാങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാങ്ങിയപ്പോൾ എൻ്റെ ആ ഒരു ബെഡിനും കുട്ടിയുടെ ബെഡിൻ്റെ സൈസിനും ഒക്കെ അനുസരിച്ചിട്ടാണ് വാങ്ങിയത്. ഈ ചെറിയ സൈസ് എനിക്ക് നല്ല ഉപകാരമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓയിൽ മസാജിന് ഉപയോഗിക്കാം. ഓയിൽ മസാജിന് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മളിത് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കുക, ഒരു കുഴപ്പവും പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ വാഷിംഗ് മെഷീനിൽ കിടന്ന് എത്ര പ്രാവശ്യം അലക്കിയ ക്വിക്ക് ഡ്രൈ ഷീറ്റാണെന്നറിയാം. ഇതിന് ഒരു കേടും പറ്റില്ല, നമുക്ക് അങ്ങനെ അലക്കിയെടുക്കാം. പിന്നെ കുട്ടികൾ മൂത്രം ഒഴിച്ചാലൊന്നും കുഴപ്പമില്ല, ലീക്ക് ചെയ്യില്ല, കുട്ടികളുടെ ശരീരവും നനയില്ല. നമ്മുടെ കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് ഓയിൽ മസാജ് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ തേച്ച് കുട്ടികളെ കിടത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കിടത്താം. കുട്ടികൾക്ക് ദേഹം വേദനയൊന്നും എടുക്കില്ല. ഇനി നമുക്ക് താഴത്ത് കുട്ടികൾക്ക് ടമ്മി ടൈം കൊടുക്കണമെങ്കിൽ ആ ടൈമിൽ കിടത്താം. കാരണം കുറച്ച് കട്ടിയുള്ളതുകൊണ്ടും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ടും കുട്ടികൾക്ക് ശരീരം വേദന എടുക്കില്ല. അങ്ങനെ പല മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒന്നാണ് ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളിപ്പോൾ
ഡെലിവറിക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകാൻ പോവുകയാണെങ്കിലോ ഇനി ഉണ്ടായി ഒരു മാസമൊക്കെ ആയെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ക്വിക്ക് ഡ്രൈ ഷീറ്റ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇതുപോലത്തെ ചെറിയ ചെറിയ വാഷ് ക്ലോത്തുകളാണ്. അപ്പോൾ ഇത് നമ്മളുടെ വീട്ടിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നാണ്. കാരണം നമുക്കറിയാം ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അവർ സ്പിറ്റപ്പ് ചെയ്യും, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും. അതുപോലെ ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് യൂസ്ഫുള്ളാണ്, എപ്പോഴും നമുക്ക് യൂസ്ഫുള്ളാണ്. കുട്ടിയെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ യൂസ്ഫുള്ളാണ്, അവരുടെ മുഖമൊക്കെ തുടച്ചു കൊടുക്കാൻ യൂസ്ഫുള്ളാണ്. അത്യാവശ്യം അവരുടെ തലയൊക്കെ തുടപ്പിക്കാനും വേർത്ത് കഴിഞ്ഞ് തുടപ്പിക്കാനും ഒക്കെ പറ്റിയ ഒന്നാണ് ഈ വാഷ് ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റും നിങ്ങൾ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും വാങ്ങാനായിട്ട് മറക്കരുത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം എന്താണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ കൂടി അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ഫാമിലിയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ തന്നെ കാണാനും സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.